ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ, ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്ക്വയറിന്റെ ഏരിയ എന്നും പുതിയ നമ്പേഴ്സുകളായ √2ഉം √3ന്റെയും അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണെന്നും അല്ലെ, ഒരു സ്ക്വയർ കിട്ടിയാൽ അതിന്റെ സൈഡ് കണ്ടെത്തുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ്, അഡീഷനും അതേപോലെ സബ്ട്രാക്ഷനും ആണ് ഇത് ന്യൂ നമ്പേഴ്സിന്റെ. അപ്പൊ താഴ്ന്ന് എഴുതുക അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, √2 പ്ലസ് √2. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 2x. അതേപോലെ തന്നെയാണ് അല്ലെ, അവിടെ √2 പ്ലസ് √2 വേണമെങ്കിൽ √2നെ ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് 1 അല്ലെ, ഇവിടെ √2 പുറത്ത്, ഇവിടെ 1 ഉണ്ട്, പിന്നെ ഒരു 1 ഉണ്ട്, അങ്ങനെ എന്താവും അല്ലെ 2 വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് √2 എഴുതാം. അപ്പൊ അതേപോലെ എക്സ് പ്ലസ് എക്സിന്റെ പോലെ തന്നെയാണ് എന്ന് ഓർത്ത് വെക്കുക. എക്സ് ഒരു കാറ്റഗറി വിചാരിക്കുക, എക്സ് അതേപോലെ ആയതുകൊണ്ട് 2x എഴുതിയ പോലെ. ഇപ്പൊ 2x സ്ഥാനത്ത് ഇവിടെ ആരാണ്, √2 ആണ്. അപ്പൊ √2 ആയി മാറി. ഇപ്പൊ 2√2. ഇതേപോലെ എന്ത് ചെയ്യുക, √3 പ്ലസ് √3 എന്താവും, 2√3 ആയി മാറും. ഇത് സബ്ട്രാക്ഷൻ ആകും. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു നമുക്ക് വന്നിരുന്നത്, 0 ആയിരുന്നു. സെയിം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും, 0. അപ്പൊ √3 മൈനസ് √3 നന്നായി 0. അതേപോലെ √2 മൈനസ് √2 എന്താവും, 0. അതേപോലെ √3 പ്ലസ് 5√3 എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ എന്ത് ചെയ്താൽ മതി, 2 കൂടി 5 ആഡ് ചെയ്യുക. അപ്പൊ എന്താവും 7 ആയി. അപ്പൊ 7√3 ആയി മാറി. എന്താ ചെയ്തത്, 2 കൂടി 5 ആഡ് ചെയ്തു, 7. പിന്നെ √3 അതേപോലെ എടുത്ത് എഴുതിയെന്നുള്ളൂ അല്ലെ. വേണമെങ്കിൽ സ്റ്റെപ്പ് ചെയ്താണെങ്കിൽ √3 പ്ലസ് 5√3. അപ്പൊ √3നെ ഔട്ട് സൈഡ് എടുത്തു, 2 പ്ലസ് 5 എത്രയാണ്, 7. അപ്പൊ 7√3. ഞാൻ 7 ആദ്യം എഴുതിയെന്നുള്ളൂ. അതേപോലെ എന്ത് ചെയ്യാം, 8√3 മൈനസ് 2√3. 8 കൂടി 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും അല്ലെ, 6 ആവും. അപ്പൊ 6√3 എന്ന രീതിയിലേക്ക്, അപ്പൊ 6√3 എന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വരും. അടുത്തത് 7th വൺ, 2√2 പ്ലസ് 5√2. ഇവിടെ എന്താണ്, 2 കൂടി 5 ആഡ് ചെയ്യുക. അപ്പൊ എന്താവും, 2 കൂടി 5 ആകുമ്പോ 7 ആയി. അപ്പൊ 7√2 ആയി മാറി. അടുത്തത് 8√2 മൈനസ് 2√2. 8 കൂടി 2 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്താവും, 8 കൂടി 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 ആവും. അപ്പൊ 6√2ലേക്ക് വരും. ക്ലിയർ ആയല്ലോ. ഇനി അപ്പൊ അടുത്തത് 2√7 പ്ലസ് 5√7. 2 കൂടി 5 ആഡ് ചെയ്യുക. അപ്പൊ 7√7 ആയി മാറി. ഇനി 8√5 മൈനസ് 4√5. 8 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, 4 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താവും 4√5. ഇനി ഇവ √2 പ്ലസ് √3 ആണ്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ കഴിയില്ല അല്ലെ, നമുക്ക് ഡയറക്റ്റ് ഇതിനെ ആഡ് ചെയ്യാൻ കഴിയില്ല. √2 പ്ലസ് √3 നമുക്ക് എങ്ങനെ എഴുതാം, 1.414. √2ന്റെ വാല്യൂ √3ന്റെ വാല്യൂ 1.732 തമ്മിൽ ആഡ് ചെയ്യാം. 1.414 പ്ലസ് 1.732. അപ്പൊ 6, 4, 11, 3. അപ്പൊ എന്താവും 3.146 ആയിരിക്കും ഇതിന്റെ വാല്യൂ. സത്യത്തിൽ ഇതിനെ ഇട്ടാൽ മതി. ഇനി അപ്രോക്സിമേറ്റ് വാല്യൂ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, √2 പ്ലസ് √3ന്റെ √2ന്റെ വാല്യൂ 1.414 പ്ലസ് 1.732 മാറ്റി. ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, √5 പ്ലസ് √7 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേപോലെ അതിനെ ഡെസിമൽ ഫോംസിലേക്ക് മാറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ സബ്ട്രാക്ഷനും അതേപോലെ തന്നെയാണ്, അതേപോലെ ക്ലിയർ ആയല്ലോ. ഇനി √5 മൈനസ് √7ഉം അതേപോലെയാണ് സിറ്റുവേഷൻ. ഇനി അടുത്ത എന്താണ്, √2 പ്ലസ് 5√2 പ്ലസ് √3 പ്ലസ് 2√5 പ്ലസ് 3√3 എന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ. √2 ഇവിടെ എത്ര ഉണ്ട് നോക്കുക, 1 അല്ലെ, തമ്മിൽ ആഡ്. അപ്പൊ 7√2 ആയി മാറി അല്ലെ. അപ്പൊ 7√2 ആണ്. ഇനി 1, 2 അപ്പൊ എന്തായി, പ്ലസ് 4√3 പ്ലസ് √5 എന്ന രീതിയിലേക്ക് വരും. അപ്പൊ ഒരേ ടീമിനെ അങ്ങനെ മാറ്റി എഴുതിയെന്നുള്ളൂ. √7 പ്ലസ് അല്ലെ ആയി. ഇനി ഇതേപോലെ നമുക്ക് ബുദ്ധിമുട്ടില്ല, √2നെ മാത്രം ഓരോന്നോരോന്ന് ചെയ്തുമ്പോൾ നേരത്തെ ചെയ്ത് തീർത്തു എന്നുള്ളൂ. ഇവിടെ ഒരുമിച്ച് വന്നപ്പോ അതിനെ ഓരോന്നിനെയും എടുത്ത് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. അത്ര വ്യത്യാസമുള്ളൂ. ഇതാണെങ്കിലോ √8√2 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മൈനസ്. അപ്പൊ എന്താവും, 7√2 ആയി. ഇനി -2√3 ഉണ്ട്, ഇവിടെ എന്താവും പ്ലസ് √3 ഉണ്ട്. അപ്പൊ -2 പ്ലസ് 1 ദാറ്റ് ഇസ് മൈനസ് ആവും. -√3 ആയി. പ്ലസ് 3√5 ഉണ്ട്, -3√5. രണ്ടും എന്തായി, ക്യാൻസൽ ആയി പോകും. ബാക്കി 5√7 കൂടി ചെയ്ത് വന്ന ഫൈനൽ ആൻസർ 7√2 -√3 പ്ലസ് 7√7 ആയി വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിന്റെ റിസൾട്ടുകൾ ഉണ്ട്, നമ്മൾ ഇത്രയും ചെയ്യുന്ന റിസൾട്ടുകൾ ആക്കി ചെയ്യാന്നുള്ളൂ.
റൂട്ട് എ പ്ലസ് റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ പ്ലസ് റൂട്ട് ബി. അതേപോലെ റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ മൈനസ് റൂട്ട് ബി. അതേപോലെ റൂട്ട് എ പ്ലസ് റൂട്ട് എ എന്ന് പറഞ്ഞാൽ 2 റൂട്ട് എ. അടുത്തെന്താണ് റൂട്ട് എ മൈനസ് റൂട്ട് എ എന്ന് പറയുമ്പോൾ 0 ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് 1 മീറ്റർ. അപ്പൊ നമ്മുടെ എന്താണ് പെരിമീറ്ററും ഏരിയയും കാണാൻ നമ്മൾ പറഞ്ഞു. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു, അതിന് പേരും കൊടുത്തു ABC. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞത് ഇവിടെ ആരൊക്കെ പെർപെൻഡിക്കുലർ? AB-യും BC ആണ് നമ്മളെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അപ്പൊ AB-ക്ക് 1 കൊടുത്തു, BC-ക്ക് എന്ത് കൊടുത്തു? 1 കൊടുത്തു. പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ AC കണ്ടുപിടിക്കാന്. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആയി. അപ്പൊ AC ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് 2 കിട്ടി. ഇനി നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്? ഏരിയ കാണാൻ പറഞ്ഞതും അതേപോലെ എന്ത് ചെയ്യാ? പെരിമീറ്റർ. അപ്പൊ ഏരിയ ഈക്വൽ ടു നമുക്കറിയാം ഒരു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്ക് ഇവിടെ BC ആണ് ബേസ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ AB പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ AB ഈക്വൽ 1/2 ഇൻറ്റു 1 ഇൻറ്റു 1 അല്ലെ, രണ്ടും 1 ആണ്. അപ്പൊ 1/2 മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത നമ്മൾ പെരിമീറ്റർ ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ AB പ്ലസ് BC പ്ലസ് ആരും കൂടിയാണ്? AC ആണ്. AB1 BC1 AC എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്. നമുക്കറിയാം 1 പ്ലസ് 1 2. റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 ആണ്. ആഡ് ചെയ്യുമ്പോൾ അല്ലെ 1.414 പ്ലസ് 2.002 4 1 4 3. ഇപ്പൊ 3.414 ആണ്. അത്രയും മീറ്റർ ആണ് ആര് വരുന്നത്? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 29 to 30. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ദി ഹൈപ്പോട്ടിന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1/2 മീറ്റർ. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതിനെ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ 1 പ്ലസ് 1/2 അല്ലെ, സെൻട്രൽ പ്ലസ് എടുത്തു. അപ്പൊ 2 പ്ലസ് 1/2 ആണ് 3/2 ആയി. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് 3/2 and one of the other side is 1/2 meter. Calculate the perimeter up to centimeter എന്ന് പറഞ്ഞാൽ ഇതേ നേരത്തെ പോലെ ചെയ്ത പോലെ സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിലേക്ക് ഫുൾ ഡെസിമൽ റൂട്ടിന്റെ വാല്യൂ കൊടുത്തതിന് ശേഷം ചെയ്ത് നിർത്തണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു, അതിൽ പേര് കൊടുത്തു ABC. ഇവിടെ 1 other side എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സൈഡ് ഞാൻ ഇവിടെ 1/2 കൊടുത്തു. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 1/2 അല്ലെ, 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് AB ആണ്. വീണ്ടും നമ്മൾ പൈതഗോറസ് തിയറം ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് AB സ്ക്വയർ അല്ലെ, പെർപെൻഡിക്കുലർ. AC എന്ന് പറഞ്ഞാൽ 3/2 ഹോൾ സ്ക്വയർ, BC എന്ന് പറയുമ്പോൾ 1/2 സ്ക്വയർ, AB സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 1ന്റെ 1 സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 പ്ലസ് AB സ്ക്വയർ. ഇനി AB സ്ക്വയർ ഈക്വൽ ടു 9/4 മൈനസ് 1/4 ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2. അപ്പൊ AB ഈക്വൽ ടു എന്തായി? റൂട്ട് 2 ആയി. റൂട്ട് 2ന്റെ വാല്യൂ എന്താണ്? 1.414 ആണ് അതിന്റെ അപ്രോക്സിമേറ്റ്ലി വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? നമ്മുടെ പെരിമീറ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയാൻ നമുക്ക് അറിയാം ആരൊക്കെയാണ് വരുന്നത് അല്ലെ. പെരിമീറ്റർ അറിയുമ്പോ പെരിമീറ്റർ ആരൊക്കെയാണ്? AB പ്ലസ് BC പ്ലസ് AC ആണ്. AB എന്ന് പറയുമ്പോൾ 1.414 റൂട്ടിന്റെ വാല്യൂ കൊടുത്തു എന്നുള്ളൂ, പ്ലസ് BC എന്ന് പറഞ്ഞാൽ 1/2, AC എന്ന് പറഞ്ഞാൽ 3/2 ഈക്വൽ ടു 1.414 പ്ലസ് തമ്മിൽ ആഡ് ചെയ്യാം 1 പ്ലസ് 3 4/2. കാരണം ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. 1.414 പ്ലസ് 2 ഒരിക്കൽ നമ്മൾ തൊട്ട് മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്, അഡീഷൻ ചെയ്തതാണ്. 3.414 അത്രയും മീറ്റർ ആണ് നമ്മുടെ പെരിമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഴയ ക്ലാസ് പഠിച്ചു എന്നുള്ളൂ. പിന്നെ പുതുതായിട്ട് എന്ത് ചെയ്യാം? ഒരു ഡെസിമൽ ഫോംസിന് അഡീഷൻ ചെയ്തു എന്ന് മാത്രമേ ഇതിനകത്ത് വരുന്നു. അപ്പൊ 3.414 ആണ് ഇതിന്റെ ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയണേ? ദ പിക്ചർ ബിലോ ഷോ ദി ഇക്വിലാറ്ററൽ ട്രയാംഗിൾ കട്ട് ഇൻടു ടു ട്രയാംഗിൾ along a line through the middle. What is the perimeter of the one this? How much it is less than the perimeter of the whole triangle? ഒന്നുമില്ല, ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ കട്ട് ചെയ്ത് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ആണെന്നും ഇത് 2 ആണെന്നും നമുക്കറിയാം. ഇത് മൊത്തം ലെങ്ത് എത്രയാണെന്ന് 2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ഈ ലെങ്ത് 1 ആവും, ഇത് 1 ആവും. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് 1, ഒന്നിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് 1 ആയി. ഈ ലെങ്ത് കിട്ടിയാൽ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റുള്ളൂ അല്ലെ. ഈ ലെങ്ത് എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ എ എന്ന് പേര് കൊടുത്തു, ഇവിടെ ഒരു സി എന്ന് പേര് കൊടുത്തു, ഇവിടെ ഒരു ബി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് അല്ലെ, എ ബി അല്ലെ, എ സി സ്ക്വയർ ഈക്വൽ ടു എന്താണ്, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ സി എന്ന് പറയുമ്പോ 2 സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് പറയുമ്പോ അറിയില്ല, ബി സി എന്ന് പറയുമ്പോ 1 സ്ക്വയർ. അപ്പൊ 4 ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് 1. അപ്പൊ എ ബി സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 1 ഈക്വൽ ടു 3. അപ്പൊ എ ബി ഈക്വൽ ടു എന്തിട്ട് √3 എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? √3. അപ്പൊ സ്മോളിന്റെ എല്ലാ ഭാഗം കിട്ടി, 1ഉം 2ഉം 3ഉം. അപ്പൊ √3 എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ അറിയാം, 1.732 ആണ്. അപ്പൊ ഒന്നാമത്തെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അല്ലെ, എ ബി പ്ലസ് അല്ലെ ബി സി പ്ലസ് എ സി അല്ലെ, എ സി ആണ് വരുന്നത് അല്ലെ. പേര് കൊടുത്തത് ഇവിടെ എ സി ബി ആണ് അല്ലെ. ബി എ ബി എന്ന് പറഞ്ഞാൽ √3 ആണ് കിട്ടിയത്. അതേപോലെ ബി സി എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യും, തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും, ഇവിടെ √3 അപ്രോക്സിമേറ്റ്ലി 1.732 ആണ്. അപ്പൊ എ ബി എന്ന് പറയുമ്പോൾ 1.732, ബി സി എന്ന് പറയുമ്പോൾ 1, എ സി എന്ന് പറയുമ്പോൾ 2. അപ്പോ ആഡ് ചെയ്യുമ്പോൾ 1.732 പ്ലസ് 3 ആഡ് ചെയ്യുമ്പോൾ എന്താവും 4.732. അത്രയും മീറ്റർ ആണ് ആര് വരുന്നത്, ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഹൗ മച്ച് ഈസ് ദ ലെസ് ദാൻ ദി പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാംഗിൾ? ഈ മൊത്തം ട്രയാംഗിളിന്റെ എത്ര ഡിഫറൻസ് ഉണ്ട് ഈ ട്രയാംഗിളിൽ നിന്നാണ് ലെസ് ദാൻ വെച്ചാൽ. അപ്പൊ ഹോൾ ട്രയാംഗിളിലെ പെരിമീറ്റർ 2 + 2 + 2 6 നിന്ന് ഈ ട്രയാംഗിളിലെ പെരിമീറ്റർ എത്രയാണ് 4.732 എന്ത് ചെയ്യായി സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്, ദ പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാംഗിൾ ഈക്വൽ ടു എങ്ങനെ എഴുതാം, എ ബി പ്ലസ് അല്ലെ, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 2 ഉണ്ട് അല്ലെ, 1 + 1 ഇതാണ് ബി സി, പ്ലസ് എ സി എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു എത്രയായി 6 ആണ് കിട്ടിയത്. ഞാൻ അടുത്ത എന്താണ്, എത്ര ലെസ് ഉണ്ട് എന്നാ ചോദിച്ചത്. അപ്പൊ 6 മൈനസ് തൊട്ട് ഈ പാർട്ടിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 4.732 ആണ് അല്ലെ, 4.732 ആണ് നമുക്ക് കിട്ടിയത്. അത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ, 6 ഇട്ടിട്ട് എത്ര പോയിന്റ് ശേഷം എത്ര ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 0.200 ഇട്ടു, പിന്നെ 4 ഇട്ടു, 732 ഇട്ടു. ഇനി സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ പോകില്ല, അപ്പൊ 10 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 9 ആയി, ഇവിടെ എന്തായി 5 ആയി. 10 - 2 8, 9 - 3 6, 9 - 7 2, 5 - 1. അപ്പൊ എന്തായി 1.268 മീറ്റർ ആണ് ആര് വരുന്നത്, എത്ര ലെസ് പെരിമീറ്റർ ആയിട്ട് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? സബ്ട്രാക്ഷൻ ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, we have see how we can go the drawing the right triangle like this. What are the length of the side of 10th triangle of this pattern? How much more than perimeter of the length triangle this that the 9th? ഈ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, തൊട്ട് മുതൽ എസ്തബക് ആക്ടിവിറ്റീസ് ആണ്. അത് നോക്കാം അല്ലെ. ഈ നോക്കുമ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ്, ഇവിടെ ആരില്ല എന്നുള്ളൂ, സ്ക്വയർ ഇല്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മളെ പാറ്റേൺ തന്നെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 2 3 4 5 എങ്ങനെ രീതി പോവാണ്. അപ്പൊ നമ്മളെ പാറ്റേൺ ഇവിടെ എന്ത് വരും, അപ്പൊ ഇവിടെ √2 ആവും അല്ലെ, ഇവിടെ √3 ആവും, ഇവിടെ √4 ആവും, ഇത് √5 ആവും. ഇത് ഒന്നാമത്തെ ട്രയാംഗിൾ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. നമുക്കൊരു പാറ്റേൺ ഇതിൽ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ട്രയാംഗിളിനകത്ത് സൈഡ്സ് 1 1 √2 ആണ്. രണ്ടാമത്തെ ട്രയാംഗിൾ 1 √2 പിന്നെ √3 അല്ലെ, √2 √3. മൂന്നാമത്തെ ട്രയാംഗിൾ 1 പിന്നെ √3 പിന്നെ √4 അല്ലെ. നാലാമത്തെ ട്രയാംഗിൾ അകത്ത് 1 √4 √5. ഇവിടെ നോക്കുക 2 ആകുമ്പോൾ √2 ആണ്, പിന്നെ അതിൽ 1 ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 9th റോ ആകുമ്പോൾ 1 വരും, ഇവിടെ 4 ആകുമ്പോൾ 4, 3 ആകുമ്പോൾ 3, അപ്പൊ ഇവിടെ √9.
പിന്നെ ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 4 ആകുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ 10. അപ്പൊ 10th പൊസിഷനിൽ എന്താ വരുന്നു? 1 അല്ലെ, 10 റൂട്ട് 11. ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 10th പൊസിഷനിൽ എന്ത് കിട്ടി നമുക്ക് ഇവിടെ അല്ലെ? 1 റൂട്ട് 10 മീറ്റർ റൂട്ട് 11 മീറ്റർ. അപ്പൊ ഇനി പെരിമീറ്റർ ഓഫ് ദി 9th നമുക്കറിയാം. 9th പൊസിഷനിൽ എന്താ വരുന്നത്? നമുക്ക് 1 റൂട്ട് 9 പ്ലസ് റൂട്ട് 10 ആയിരുന്നു അല്ലെ? അപ്പൊ 1 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് 10. റൂട്ട് 9 നമുക്ക് മാറ്റി എഴുതാം. റൂട്ട് അല്ലെ 9 എന്ന് പറഞ്ഞാൽ 3 ആണ്, മാറ്റി എഴുതി. അപ്പൊ 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് റൂട്ട് 10. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് പെരിമീറ്റർ ഓഫ് 10th അറിയുമ്പോൾ റൂട്ട് 10 ആവും പ്ലസ് റൂട്ട് 11. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല, അതേപോലെ ഇട്ടു. ഇനി എന്താണ് അല്ലെ പെരിമീറ്റർ എത്ര മോർ? അപ്പൊ 10 മോർ ദാൻ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 10th ട്രയാങ്കിളിന്റെ പെരിമീറ്ററിൽ നിന്ന് 9th പെരിമീറ്റർ സബ്ട്രാക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 11 മൈനസ് ഓഫ് 4 പ്ലസ് റൂട്ട് 10. സബ്ട്രാക്ട് ആദ്യം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാണ്, മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് പ്ലസ്. ഇനി എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് റൂട്ട് തന്നെ ഉണ്ട്, ഇവിടെ മൈനസ് റൂട്ട് ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി. 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 3. പിന്നെ ആരുണ്ട്? 11 ഉണ്ട്. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ മതി. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. പിന്നെ ഇവിടെ പ്ലസ് റൂട്ട് 10 ഉണ്ട്, ഇവിടെ മൈനസ് റൂട്ട് 10 ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കി ആരേ ഉള്ളൂ? റൂട്ട് 11ഉം ഇത് 1ഉം മാത്രമേ ഉള്ളൂ. അപ്പോ 1 മൈനസ് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 3യും പിന്നെ റൂട്ട് 11 ആക്കി മാറ്റി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി ഹൈപ്പോട്ടിന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് perpendicular sides √2 centimeter and √3 centimeter? How much more than the sum of the perpendicular sides than the hypotenuse? അപ്പൊ ഒരു പെർപെൻഡിക്കുലർ അല്ലെ എന്ത് പറയുന്നത്? പെർപെൻഡിക്കുലർ സൈഡ്സ് ആ √2 ആൻഡ് √3 ആണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിന് പേരും കൊടുത്തു ABC. പെർപെൻഡിക്കുലർ സൈഡ്സ് AB യും BC ആണല്ലോ. അപ്പൊ ഞാൻ AB ക്ക് √2 കൊടുത്തു, BC ക്ക് എന്ത് കൊടുത്തു? √3 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര ആയിരിക്കും ചോദിച്ചത്? ബുദ്ധിമുട്ടില്ല. AC സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം? BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. AC അതേപോലെ BC എന്ന് പറഞ്ഞാൽ √2 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ BC എന്ന് പറയുമ്പോൾ √3 ഹോൾ സ്ക്വയർ പ്ലസ് AB എന്ന് പറയുമ്പോൾ √2 ഹോൾ സ്ക്വയർ. അപ്പൊ എന്താവും? 3 പ്ലസ് 2 എത്ര കിട്ടി? 5. അപ്പൊ AC ഈക്വൽ ടു √5. √2ന്റെ അപ്രോക്സിമേറ്റ് √5ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, 2.236 ആണെന്ന് അറിയാം. ഇനി ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? അതില് ഹൗ മച്ച് ഈസ് മോർ ദാൻ ദി സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദി ഹൈപ്പോട്ടിന്യൂസ്? ഹൈപ്പോട്ടിന്യൂസേക്കാൾ എത്ര ഡിഫറൻസ് ഉണ്ട് ഇതിന്റെ സം, പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സം എന്നാണ്. അപ്പൊ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? AB പ്ലസ് BC ആണ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. AB എന്ന് പറയുമ്പോൾ √2 ആണ്, മറ്റേത് √3 ആണ്. എന്ന് പറഞ്ഞാൽ 1.414ഉം 1.732 തമ്മിൽ എന്ത് ചെയ്യാ? ആഡ് ചെയ്യാം. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം അല്ലെ? 1.732. 6 4 11 3. അപ്പൊ 3.146 ആണ് അതിന്റെ സം ആയിട്ട് വരുന്നത്. അത്രയും സെന്റിമീറ്റർ. ഇനി അടുത്തെന്താണ്? ഈ പെർപെൻഡിക്കുലർ സൈഡിന്റെ സമ്മും ഇത് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്നാ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാ? ദ ഡിഫറൻസ് ഹൈപ്പോട്ടിന്യൂസ് ഇവിടെ എത്രയാണ്? √2 അല്ലെ 2 അല്ലെ √2.236 ആണ്. അപ്പൊ ലാർജ് വാല്യൂ ഇവിടെ ആരാണ്? ഹൈപ്പോട്ടിന്യൂസിന്റെ അല്ലെ പെർപെൻഡിക്കുലർ സൈഡിന്റെ സമ്മുകളാണ്. അപ്പൊ 3.146 മൈനസ് 2.236 ആണ്. ലാർജ് വാല്യൂ ആദ്യം എഴുതിയെന്നുള്ളൂ. അതിൽ നിന്ന് ആര് സബ്ട്രാക്ട് ചെയ്യുക? 2.236 സബ്ട്രാക്ട് ചെയ്യുക. ഇത് 0 ആയി, 1 ആയി, ഇവിടെ 11 ആയി മാറി. 11 2 ആയ സബ്ട്രാക്ട് ചെയ്താൽ 9 ആയി, ഇത് 0 ആയി. അപ്പൊ എത്ര കിട്ടി? 0.91 എന്ന രീതിയിൽ അത്രയും സെന്റിമീറ്റർ ആണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാം? ദി സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 0.91 സെന്റിമീറ്റർ മോർ ദാൻ ദി ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു. ഇവിടെ ഇത്രേ പ്രശ്നമുള്ളൂ. ഹൈപ്പോട്ടിന്യൂസിന്റെ വാല്യൂ ഇവിടെ ഏറ്റവും ലാർജ്, ഹൈപ്പോട്ടിന്യൂസും സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈ വാല്യൂ ഇവിടെ 3.14 ആയിരുന്നു, അത് ഫസ്റ്റ് എഴുതിയെന്നുള്ളൂ. പിന്നെ ഹൈപ്പോട്ടിന്യൂസിന്റെ വാല്യൂ എഴുതി എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയി. അതോടുകൂടി ഈ ചാപ്റ്ററും എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി.